പുരുഷന്മാരെ സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്ന ചില പ്രധാന പെരുമാറ്റ രീതികളെയും ലക്ഷണങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നത്. കേവലം ബാഹ്യ സൗന്ദര്യത്തിനപ്പുറം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനാണ് ദീർഘകാല ബന്ധങ്ങളിൽ പ്രാധാന്യമെന്ന് മനഃശാസ്ത്രം വ്യക്തമാക്കുന്നു. പലപ്പോഴും സ്ത്രീകൾ പോലും വേണ്ടത്ര ഗൗരവത്തോടെ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ പുരുഷന്മാരുടെ കണ്ണിൽ നിങ്ങളെ കൂടുതൽ പ്രിയപ്പെട്ടവളാക്കുന്ന ആ 10 ലക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഇത് വെറും ഒരു ആകർഷണമല്ല, മറിച്ച് ഒരു വ്യക്തിത്വത്തിൻ്റെ കാന്തികതയെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഒന്നാമതായി, വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന മുഖഭാവങ്ങൾ. പുരുഷന്മാരെക്കാൾ വേഗത്തിലും കൃത്യമായും തങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ മുഖത്ത് പ്രകടിപ്പിക്കാൻ സ്ത്രീകൾക്ക് ജന്മനാ ഒരു പ്രത്യേക കഴിവുണ്ട്. കണ്ടുമുട്ടുമ്പോൾ നൽകുന്ന ഹൃദ്യമായ ഒരു പുഞ്ചിരി, കണ്ണുകളിലെ തിളക്കം, സംസാരിക്കുമ്പോഴുള്ള നിരന്തരമായ ഭാവവ്യത്യാസങ്ങൾ എന്നിവ പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. വെറുതെ ഒരു ഭാവവുമില്ലാതെ, ഗൗരവത്തിലിരിക്കാതെ, ഓരോ സന്ദർഭത്തിനനുസരിച്ചും മുഖത്ത് മാറ്റങ്ങൾ വരുത്തിയും കൈകൾ ചലിപ്പിച്ചും സംസാരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഏറെ ഇഷ്ടമാണ്. ഇത്തരം ഊർജ്ജസ്വലമായ മുഖഭാവങ്ങൾ നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും അത് പങ്കാളിക്കും അനുഭവപ്പെടുകയും ചെയ്യുന്നു. സംഭാഷണങ്ങൾ സജീവമായി ഇടപെടുന്നതും ഭാവങ്ങളിലൂടെ പ്രതികരിക്കുന്നതും നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കും. വെറും വാക്കുകൾക്ക് നൽകാൻ കഴിയാത്ത വലിയൊരു സന്ദേശം നിങ്ങളുടെ ഒരു ചെറിയ പുഞ്ചിരിക്ക് നൽകാൻ കഴിയും. രണ്ടാമത്തെ ലക്ഷണം, തമാശകൾ ആസ്വദിക്കാനും പങ്കുവയ്ക്കുവാനുമുള്ള കഴിവാണ്. പൊതുവെ തമാശകൾ ഇഷ്ടപ്പെടുന്നവരും ചെറിയ കളിയാക്കലുകളിലൂടെ സൗഹൃദം സ്ഥാപിക്കുന്നവരുമാണ് പുരുഷന്മാർ. അതിനാൽ തൻ്റെ പങ്കാളിയിൽ നിന്നും അവർ ഇതേ സ്വഭാവം ആഗ്രഹിക്കുന്നു. കാര്യങ്ങളെ എപ്പോഴും ഗൗരവത്തോടെ കാണാതെ പങ്കാളി പറയുന്ന തമാശകൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന സ്വഭാവം പുരുഷന്മാർക്കേറെ പ്രിയപ്പെട്ടതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പരിഭവിച്ചിരിക്കാതെ കാര്യങ്ങളെ തമാശയായി കണ്ട് ലഘൂകരിക്കാൻ കഴിയുന്ന സ്ത്രീകളോട് അവർക്ക് കൂടുതൽ താല്പര്യം തോന്നും. ഇത്തരം തമാശ കലർന്ന സംഭാഷണങ്ങൾ ബന്ധത്തിലെ വിരസത മാറ്റാനും പരസ്പരമുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും സഹായിക്കും. തമാശകൾ ഹൃദയപൂർവ്വം ആസ്വദിക്കുന്ന സ്ത്രീകളോടൊപ്പം സമയം ചെലവഴിക്കാൻ പുരുഷന്മാർ എപ്പോഴും താല്പര്യപ്പെടുന്നു. ഒരു തമാശ കേൾക്കുമ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പോസിറ്റീവ് വശമാണ് കാണിക്കുന്നത്. മൂന്നാമതായി, സ്വാഭാവികമായ ശാലീനതയും സൗന്ദര്യ പരിപാലനവുമാണ്. അമിതമായ മേക്കപ്പോ പ്ലാസ്റ്റിക് സർജറി പോലുള്ള കൃത്രിമമായ സൗന്ദര്യവർദ്ധന രീതികളോ ഇല്ലാതെ സ്വന്തം ശാലീനത കാത്തു സൂക്ഷിക്കുന്നത് പുരുഷന്മാർ ഏറെ ഇഷ്ടപ്പെടുന്നു. തങ്ങൾക്ക് ലഭിച്ച സ്വാഭാവികമായ രൂപത്തെ ആത്മവിശ്വാസത്തോടെയും വ്യക്തിത്വത്തോടെയും കൊണ്ടു നടക്കുന്ന സ്ത്രീകളോട് അവർക്ക് പ്രത്യേക ബഹുമാനം തോന്നും. ഓരോ സ്ത്രീക്കും അവരുടേതായ പ്രത്യേക ഭംഗിയുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞ് പരിപാലിക്കുന്നതാണ് ഏറ്റവും വലിയ ആകർഷണമെന്നും പുരുഷന്മാർ കരുതുന്നു. സൗന്ദര്യം എന്നത് പുറമെ പൂശുന്ന ചായങ്ങളിലല്ല, മറിച്ച് നിങ്ങളിലെ സ്വാഭാവികമായ തിളക്കത്തിലാണെന്ന് അവർ വിശ്വസിക്കുന്നു. അമിതമായ കൃത്രിമത്വങ്ങൾ പലപ്പോഴും സ്വാഭാവികമായ ആകർഷണീയത കുറയ്ക്കുന്നതേയുള്ളൂ എന്നാണ് പൊതുവായ വിലയിരുത്തൽ. ആത്മവിശ്വാസത്തോടെ സ്വന്തം ശരീരത്തെയും രൂപത്തെയും സ്നേഹിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ കൂടുതൽ പ്രഭയുള്ളവരാക്കും. നാലാമത്തെ ലക്ഷണം, കപടതയില്ലാത്ത വ്യക്തിത്വവും പെരുമാറ്റത്തിലെ വിനയവുമാണ്. ജാടയോ അഹങ്കാരമോ ഇല്ലാതെ എല്ലാവരോടും വിനയത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നത് സ്ത്രീകളിൽ പുരുഷന്മാർ കാണാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ലക്ഷണമാണ്. എത്ര ഉയർന്ന പദവിയിലോ സാമ്പത്തിക നിലയിലോ ഉള്ളവരാണെങ്കിലും ലളിതമായി സംസാരിക്കുകയും താഴെയുള്ളവരോട് പോലും മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്നു. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ വാക്കുകളിൽ ലാളിത്യം സൂക്ഷിക്കുന്നത് വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നു. എത്ര ഉയർന്ന പദവിയിലോ സാമ്പത്തിക നിലയിലോ ഉള്ളവരാണെങ്കിലും ലളിതമായി സംസാരിക്കുകയും താഴെത്തട്ടിലുള്ളവരോട് പോലും മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്നു. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ വാക്കുകളിൽ ലാളിത്യം സൂക്ഷിക്കുന്നത് വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നു. വിനയമുള്ള പെരുമാറ്റം ഒരു സ്ത്രീയുടെ പക്വതയുടെയും നല്ല സ്വഭാവത്തിൻ്റെയും അടയാളമായി പുരുഷന്മാർ കാണുന്നു. സ്വന്തം വ്യക്തിത്വം മറച്ചു വയ്ക്കാതെ സ്വാഭാവികമായി പെരുമാറുന്ന സ്ത്രീകളാണ് എപ്പോഴും ആകർഷകം. കപടതയില്ലാത്ത പെരുമാറ്റം മറ്റുള്ളവരിൽ നിങ്ങളോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ ലക്ഷണം പക്വതയുള്ള കുട്ടിക്കളിയും കുസൃതികളുമാണ്.
ജീവിതത്തിലെ ഗൗരവകരമായ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ചെറിയ കുസൃതികളും കുട്ടിക്കളികളും പുരുഷന്മാരെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. പങ്കാളിയോട് കൊഞ്ചി സംസാരിക്കുന്നതും ചില കൊച്ചു വാശികൾ കാണിക്കുന്നതും പങ്കാളിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങളും ബന്ധത്തിന് കൂടുതൽ പുതുമയും സ്നേഹവും നൽകുന്നു. ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇത്തരം നിമിഷങ്ങൾ പുരുഷന്മാർക്ക് വലിയ മാനസികാശ്വാസം നൽകുന്നവയാണ്. എപ്പോഴും ഗൗരവക്കാരിയായി ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സ്നേഹം പങ്കുവെക്കുന്നത് അവർ ഏറെ ആസ്വദിക്കുന്നു. ഇത്തരം ലഘുവായ പെരുമാറ്റങ്ങൾ പങ്കാളികൾക്കിടയിലെ ദൂരം കുറയ്ക്കാനും പരസ്പരമുള്ള ആത്മബന്ധം ശക്തിപ്പെടുത്താനും സഹായിക്കും. കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും സ്നേഹത്തിന്റെ മറ്റൊരു മുഖമായി അവർ തിരിച്ചറിയുന്നു. ആറാമതായി, ആത്മവിശ്വാസവും വ്യക്തമായ കാഴ്ചപ്പാടുകളുമാണ്. സ്വന്തം കഴിവുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതും മറ്റൊരാളെ കണ്ണടച്ചനുകരിക്കാൻ ശ്രമിക്കാത്തതുമായ സ്വഭാവം പുരുഷന്മാരെ സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്ന വലിയൊരു ഘടകമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം സ്വഭാവം മാറ്റാതെ താൻ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ പെരുമാറുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഏറെ ബഹുമാനിക്കുന്നു. ഇത്തരം സ്ത്രീകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാകും. ആത്മവിശ്വാസമുള്ള ഒരു പെൺകുട്ടിക്ക് പ്രതിസന്ധികളെ ധീരമായി നേരിടാൻ കഴിയുമെന്ന ബോധ്യം പുരുഷന്മാർക്ക് അവരോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളിലുള്ള വിശ്വാസമാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവരുടെ തണലിലല്ലാതെ സന്തോഷമായി ഇരിക്കാൻ കഴിയുന്ന സ്വഭാവം വളരെ ആകർഷകമാണ്. ഈ ഏഴാമത്തെ ലക്ഷണം വ്യക്തമായ നിലപാടുകളും അന്തസ്സുമാണ്. എല്ലാ ചെറിയ കാര്യങ്ങൾക്കും മറ്റൊരാളുടെ തീരുമാനത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തമായി വ്യക്തമായ നിലപാടുകൾ പുലർത്തുന്നത് വലിയൊരു ആകർഷണമാണ്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും മാന്യമായ രീതിയിൽ എന്നാൽ തറപ്പിച്ചു തുറന്നു പറയാൻ കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് വലിയ താല്പര്യമാണ്. സ്വന്തം വ്യക്തിത്വം മറ്റാർക്കും പണയപ്പെടുത്താതെ അന്തസ്സോടെയും ആഭിജാത്യത്തോടെയും ജീവിക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടാകും. സ്വന്തമായി ചിന്താശക്തിയുള്ളവരെയും അത് പ്രകടിപ്പിക്കാൻ ധൈര്യമുള്ളവരെയും പുരുഷന്മാർ കൂടുതൽ വിലമതിക്കുന്നു. വ്യക്തമായ നിലപാടുള്ളവർ ബന്ധങ്ങളിൽ കൂടുതൽ സ്ഥിരത പുലർത്തുന്നവരായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആടി ഉലയാത്ത വ്യക്തിത്വം നിങ്ങളെ ഒരു നേതാവിനെ പോലെ ബഹുമാനിക്കാൻ പുരുഷന്മാരെ പ്രേരിപ്പിക്കുന്നു. എട്ടാമത്തെ ലക്ഷണം തുറന്നതും ഫലപ്രദവുമായ ആശയവിനിമയമാണ്. കാര്യങ്ങൾ വളച്ചൊടിക്കാതെയും ഒളിച്ചുവെക്കാതെയും നേരിട്ട് മാന്യമായി സംസാരിക്കാനുള്ള കഴിവ് പുരുഷന്മാരിൽ വലിയ മതിപ്പുണ്ടാക്കുന്ന ലക്ഷണമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുകയോ പിണങ്ങിയിരിക്കുകയോ ചെയ്യാതെ അത് ശാന്തമായി സംസാരിച്ചു തീർക്കാനുള്ള പക്വത ഇവർ കാണിക്കുന്നു. തൻ്റെ ആവശ്യങ്ങൾ കൃത്യമായും സ്നേഹത്തോടെയും പങ്കുവയ്ക്കാൻ കഴിയുന്ന സ്ത്രീകൾ ബന്ധങ്ങളിൽ കൂടുതൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു. മനസ്സിലുള്ളത് പങ്കാളി തനിച്ചൂഹിച്ചെടുക്കണമെന്ന വാശി പിടിക്കാത്ത സ്വഭാവം ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാക്കുന്നു. തുറന്ന സംസാരം ബന്ധങ്ങളിലെ പിരിമുറുക്കം കുറയ്ക്കാനും ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴി തുറക്കാനും സഹായിക്കും. ആശയവിനിമയത്തിലെ പക്വത നിങ്ങളോടുള്ള വിശ്വാസ്യതയുടെ അടിത്തറയാണ്. ഒൻപതാമത്തെ ലക്ഷണം വൈകാരികമായ പക്വതയും നിയന്ത്രണവുമാണ്. ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായി ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യാതെ ഏത് സാഹചര്യത്തെയും ശാന്തമായി കൈകാര്യം ചെയ്യുന്നത് വലിയൊരു ലക്ഷണമാണ്. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനും പങ്കാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ ജീവിത പങ്കാളിയായി ആഗ്രഹിക്കുന്നു. ഇത്തരം വൈകാരിക പക്വത ബന്ധങ്ങളിൽ വലിയ സുരക്ഷിതത്വബോധം നൽകുന്നു. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ തളരാതെ പങ്കാളിക്ക് തോളോട് തോൾ ചേർന്ന് മാനസികമായ പിന്തുണ നൽകാൻ കഴിയുന്ന സ്ത്രീകളെ അവർ വലിയ കരുത്തായി കാണുന്നു. സാഹചര്യങ്ങളെ പക്വതയോടെ നേരിടുന്നത് ബന്ധത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. പെട്ടെന്ന് പ്രകോപിതയാകാതെ സമാധാനത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നതാണ് ഈ ലക്ഷണത്തിന്റെ കാതൽ. പത്താമത്തെ ലക്ഷണം ശ്രദ്ധയോടെ കേൾക്കാനും മാനിക്കാനുമുള്ള മനസ്സാണ്. പങ്കാളി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അദ്ദേഹത്തിന്റെ വികാരങ്ങളെയും അധ്വാനത്തെയും അർഹമായ രീതിയിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നത് ബന്ധങ്ങളെ ശക്തമാക്കുന്നു. നല്ലൊരു കേൾവിക്കാരിയാകുന്നത് പുരുഷന്മാർക്ക് വലിയൊരു ആശ്വാസവും സമാധാനവും നൽകുന്ന കാര്യമാണ്. ഓരോ ചെറിയ കാര്യങ്ങളിലും പങ്കാളിയെ പരിഗണിക്കുന്ന ഇത്തരം സ്വഭാവം സ്ത്രീകളെ പുരുഷന്മാർക്ക്
കൂടുതൽ പ്രിയപ്പെട്ടവളാക്കുന്നു. തൻ്റെ പങ്കാളിക്ക് തൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തി പെരുമാറുന്നത് സ്നേഹം ഇരട്ടിയാകാൻ സഹായിക്കും. പരസ്പര ബഹുമാനമാണ് ഏത് ബന്ധത്തിൻ്റെയും അടിസ്ഥാനമെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. പങ്കാളിയുടെ വാക്കുകളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുന്നത് നിങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ ഈ പറഞ്ഞ 10 ലക്ഷണങ്ങൾ ഒരാളുടെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഉപരിയായി വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നവയാണ്. ഒരു നല്ല ബന്ധം കെട്ടിപ്പടുക്കാനും അത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം സ്വഭാവങ്ങൾ നിങ്ങളെ സഹായിക്കും. ഓരോ വ്യക്തിയും തനതായ രീതിയിൽ സുന്ദരമാണെന്നും അത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തേണ്ടതെന്നും ഓർക്കുക. സ്വന്തം വ്യക്തിത്വം പരിഷ്കരിക്കാനും കൂടുതൽ പോസിറ്റീവായി മുന്നേറാനും ഈ ചർച്ച ഉപകരിക്കുമെന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.